രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതി ഇതാ പുറത്തു വന്നിരിക്കുന്നു. ആർക്കും സംശയം തോന്നാത്ത വിധത്തിലുള്ള നിയമപ്രകാരമെന്ന് തോന്നിക്കുന്ന അതിഭീകരമായ അഴിമതി. നാം എല്ലാം വിട്ടുകളാവുകയാണോ? നമ്മളെല്ലാം ഇവർ വിട്ടുകളാക്കുകയാണോ? ഒന്നും രണ്ടുമല്ല, 10,000-കണക്കിന് കോടികളാണ് അവർ കൊള്ളയടിച്ചിരിക്കുന്നത്. അഴിമതിയെ എതിർക്കുന്നവർ, സ്വന്തമായി കുടുംബമില്ലാത്ത പ്രധാനമന്ത്രി, രാജ്യസ്നേഹികൾ എന്നിങ്ങനെ കോടികൾ ചെലവാക്കി കപട ഇമേജ് അവർ പടുത്തുയർത്തി. തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ അഴിമതിക്കാരും ദേശദ്രോഹികളുമാക്കി ചിത്രീകരിക്കാൻ കോടികൾ ഒഴുക്കി മാധ്യമങ്ങളെ വിലക്കെടുത്തിരിക്കുന്നു. നോട്ടുകളുടെ കൂമ്പാരം തന്നെ നൽകി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി പ്രതിപക്ഷ പാർട്ടികളിലെ എംപിമാരെയും MLA-മാരെയും വിലയ്ക്ക് വാങ്ങിയപ്പോൾ, ജനങ്ങൾ ജയിപ്പിച്ചയച്ച പാർട്ടിയിൽ നിന്ന് അധികാരം തട്ടിപ്പറിച്ചപ്പോൾ കണ്ണടച്ചത് നമ്മൾ തന്നെയല്ലേ? ഇങ്ങനെ പച്ചയ്ക്ക് ജനാധിപത്യത്തെ ചന്തയിൽ വിൽപ്പനച്ചരക്കാക്കിയപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയാതെ പോയി? അതൊക്കെ ചാണക്യ തന്ത്രമെന്ന് കുഴലൂത്തുകാർ പറഞ്ഞത് ഏറ്റുപാടേണ്ട ഗതികേട് ഇന്നാട്ടിലെ സാധാരണ പൗരനുണ്ടോ? പക്ഷേ എല്ലാറ്റിനും കാലം കണക്കു പറയിക്കുമെന്ന് പറയുന്നത് വെറുതെയല്ല. ഇലക്ടറൽ ബോണ്ടുകളെന്ന ലോകത്തിലെ ഏറ്റവും വലിയ കൊള്ള പദ്ധതിയുടെ ഉള്ളുകള്ളികൾ പുറത്തുവന്നത് നമ്മുടെ കണ്ണു തുറപ്പിക്കാൻ പോകുന്നതാണ്. ഈ വൻ കൊള്ള നടത്താൻ ഇവർ പ്രയോഗിച്ച തന്ത്രം എന്താണെന്ന് അറിയണ്ടേ? മേഘ എഞ്ചിനീയറിംഗ് എന്ന ഒരു കമ്പനി കോടികളുടെ ടാക്സ് വെട്ടിപ്പ് നടത്തി. ഇവർക്കെതിരെ ED അന്വേഷണം വന്നു. എന്നാൽ അന്വേഷണം എവിടെയും എത്തുന്നില്ല. കമ്പനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് മാത്രമല്ല, കൂടുതൽ ഗവൺമെന്റ് പ്രൊജക്ടുകൾ അവർക്ക് ലഭിക്കുന്നു. എന്താണ് ഇതിന്റെ രഹസ്യം? ഇതേ കമ്പനി ഇലക്ട്രൽ ബോണ്ടുകൾ വഴി BJPക്ക് സംഭാവന നൽകിയത് 1186 കോടി രൂപ. അതിന് പ്രത്യുപകാരമായി കൊടുത്ത പ്രോജക്ടുകളുടെ പണം ആരുടേതാണ്? ആർക്കുവേണ്ടി ചിലവാക്കുന്ന പണമാണിത്? കോടികൾ കൊടുത്ത് കുതിരക്കച്ചവടം നടത്താൻ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന കമ്പനിയെ സംരക്ഷിച്ചിരിക്കുന്നു. ഇനിയും വരാനിരിക്കുന്നത് ഭീകരമായ കൊള്ളയുടെ ഞെട്ടിക്കുന്ന കണക്കുകളാണ്. നമ്മുടെ രാജ്യം ഇതെങ്ങോട്ട്? ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. നമുക്ക് ശേഷം ഒരു തലമുറ ഇവിടെ നിലനിൽക്കണമെങ്കിൽ നാം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യവും അവ കേൾക്കുവാനുള്ള സ്വതന്ത്രമായ നീതിന്യായ സംവിധാനവും നിലനിൽക്കണമെങ്കിൽ നാം മാറ്റത്തിന് ഉടൻ ശബ്ദമുയർത്തണം. ഇനി മറ്റൊരവസരം നമുക്കുണ്ടായി എന്ന് വരില്ല.